ബംഗ്ലാദേശിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബസാറിലെ വ്യോമസേന താവളത്തിലാണ് ആക്രമണം നടന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? ഏത് സാഹചര്യത്തിലാണ് അവിടെ ആൾക്കൂട്ടാക്രമണം ഉണ്ടായത്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, കോക്സി ബസാർ വിമാനത്താവളത്തിന് നേരെയാണ് ഈ നാട്ടുകാർ അക്രമം അഴിച്ചുവിട്ടത്. നാട്ടുകാരും ചില വ്യോമസേന ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ ഭൂമി തർക്കമാണ് ഈ അക്രമത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമസേന താവളത്തിന് നേരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞതോടെ സേനാ ഉദ്യോഗസ്ഥരും തിരികെ പ്രത്യാക്രമണം നടത്തി. ഇതിലാണ് 30 വയസ്സുകാരനായ ഒരു പ്രാദേശിക വ്യാപാരി കൊല്ലപ്പെട്ടിരിക്കുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ നാട്ടുകാർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന് ബംഗ്ലാദേശ് സർക്കാർ, പ്രാദേശിക സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണ് ബംഗ്ലാദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ബംഗ്ലാദേശിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബസാറിലെ വ്യോമസേന താവളത്തിലാണ് ആക്രമണം നടന്നത്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.